അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിളിച്ചത് ഈ ഒരു ദീനിലേക്കാണ്, ഈ ഒരു തൗഹീദിലേക്കാണ്, ഈ ഒരു കാര്യത്തിലേക്കാണ്. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല എന്നൊരു സത്യവചനത്തിലേക്കാണ് നമ്മുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് അൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിളിച്ചത്. ത്വാരിഖ് ഇബ്നു അബ്ദുല്ലാഹ് അൽ മുഹാരിബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സൂഖി ദിൽ മജാസ്, ദുൽമജാസ് ചന്തയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു. വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ, അദ്ദേഹം ഒരു ചുവപ്പ് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. വഹുവ യഖൂൽ, അദ്ദേഹം പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനയ്ക്കെല്ലാം അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന അർത്ഥം വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പദം, അത് വാക്ക് നിങ്ങൾ പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജുലുൻ യത്ബഉഹു യർമീഹി ബിൽ ഹിജാറ, അവിടെ ഒരു മനുഷ്യൻ റസൂലിനെ പിന്തുടർന്നുകൊണ്ട് റസൂലിനെ കല്ലെറിയുന്നുണ്ട്. വഖദ് അദ്മാ കഅബൈഹി വ ഉർഖൂബൈഹി, റസൂലിന്റെ കണ്ണങ്കാൽ പൊട്ടി ചോര ഒലിക്കുന്നുണ്ട്. ആ സഹാബി പറയുകയാണ്, ഞാൻ ചോദിച്ചു ഇതാരാണ്? അപ്പോൾ അവിടെ അടുത്തുള്ള ആള് പറഞ്ഞു തന്നു, ഇതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ ചോദിച്ചു, പിറകിൽ കൂടി കല്ലെറിയുന്നത് ആരാണ്? അത് അബൂ ലഹബാണ് എന്ന് പറഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിളിച്ചത് ഈ ഒരു ദീനിലേക്കാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന കാര്യത്തിലേക്കാണ്.